அந்திப்போர் காணாத இளமையாடட்டும் என் கைகளில் சிந்தித்தேன் செந்தூர இதழ்களில் சிந்தித்தேன் பாய்கின்ற உறவை கொஞ்சம் தா கொஞ்சத்தா கண்ணுக்குள் என்னென்ன நளினம் காலத்தால் மூவாத உயர் தமிழ் சங்கத்தில் பாடாத கவிதை அங்கத்தில் யார் தந்த பாடிக்க. ரெடி 1 2 3 ஸ்டார்ட். പാടിക്കോ. പാട്. ആരുടെ ബർത്ത്ഡേ പാട്. ഇന്ന് ആരുടെ ബർത്ത്ഡേ ചാക്കോ? ഡോണിന്റെ? ഡോണിനെ വിഷ് ചെയ്തോ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ കാര്യമായിട്ടൊന്നും എനിക്കിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഞങ്ങൾക്ക് ആർക്കും നല്ല സുഖമില്ല. എല്ലാവർക്കും പനിയും ചുമയും ജലദോഷവും ഒക്കെ ആയിട്ട് നല്ല സുഖമാണ് കേട്ടോ. ആദ്യം ഡോൺ ചേട്ടന് വന്നു, പിന്നെ തോമൂന് വന്നു, പിന്നെ എനിക്ക് വന്നു. ആകെ മൊത്തം നല്ലൊരു സുഖമുണ്ട്, മൊത്തത്തിൽ നല്ലൊരു സുഖമുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഡോൺ ചേട്ടൻ്റെ ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഞാൻ പ്ലാൻ ചെയ്ത് അയച്ചു കൊടുത്തൊരു ഡിസൈനാണ്. അപ്പോൾ അതേപോലെ നമ്മുടെ എല്ലോ കേക്ക്സ്, നമ്മുടെ സെലിബ്രേഷനീസ് ആണ് കേട്ടോ കേക്ക് വന്നത്. അപ്പോൾ ബോർഡിൽ ഞാൻ ലെവൽ 40 അൺലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി കണ്ടു. അപ്പോൾ നല്ല ഒരു കുട്ടി കേക്ക് മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഷർട്ടിന് മാച്ച് ആവുന്ന രീതിയിലൊരു കളറാണ്, അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ടുള്ളൊരു കേക്കാണ് ഞാൻ മനസ്സിൽ ആദ്യം ആർഭാടമുള്ളൊരു കേക്കാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു, കാരണം അത് ബാക്കിയാവും. പിന്നെ കേക്ക് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കാവൽ അത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ചാക്കോയോ പാച്ചുവോ അതിൽ കൈയിട്ടിട്ടുണ്ടാവും. അവർ രണ്ടുപേരാണ് അതിൻ്റെ ആൾ. തോമുനെ നമുക്കൊന്ന് വിരട്ടി നിർത്താൻ പറ്റും, ചാക്കോനെയും പാച്ചുവിനെയും നമുക്ക് അങ്ങനെ വിരട്ടി നിർത്താൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഡാഡി പറഞ്ഞു വേഗം നമുക്ക് പരിപാടി തുടങ്ങാം. അങ്ങനെ ദേ ആദ്യം ഡാഡിൻ്റെയും മമ്മീനെയും നിർത്തിയിട്ട് തുടങ്ങുന്നുണ്ട്. അവരുടെ വിചാരത്തിൽ ഫോട്ടോ എടുക്കുക എന്നാണ് അതാണ് പോസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അത് ഇവരൊരു എന്താ പറയുക, ഒരു ഉമ്മ കൊടുക്കൽ അതൊരു ഒരു ചടങ്ങാണ്. അപ്പോൾ അതിനെ പിടിച്ച് നിർത്തിയേക്കുന്നതാണ് കേട്ടോ. എല്ലാവർക്കും വയ്യാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതേ ഡിമ്പിളുണ്ട്. ഡിമ്പിളിങ്ങനെ ഞാനിപ്പോൾ വീഴണോ അതോ ഉറങ്ങണോ എന്നുള്ളൊരവസ്ഥയിലാണ്. ഞങ്ങൾ രണ്ടുപേരും ഡെഡ് എന്നുള്ളൊരവസ്ഥയിലാണ് കേട്ടോ. പിന്നെ പിള്ളേരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേ ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ, ഈ വീഡിയോയിൽ തന്നെ ഞാൻ ആഡ് ചെയ്യാവേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് കുറച്ചധികം ലൂസാണത്. കൈയൊക്കെ ഭയങ്കര ലൂസ്. അമ്മയോട് ഷേപ്പ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ അമ്മ കൈ അങ്ങനെ കാര്യമായിട്ട് ഷേപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അതേ എന്താ പറയുക, പിള്ളേരെ പേടിച്ചിട്ട് ഇങ്ങനെ ഇതാണ് ചാക്കോ അതിൻ്റെ ഇടയ്ക്കൊന്നും മാന്തിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ പിള്ളേരുടെ കൂടെ നിൽക്കുകയാണ്. തോമുന് ഒട്ടും വയ്യ, പനിയും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, വന്നും പോയി ഇരിക്കുകയാണ്. അവന് പനി വന്നതിന് ശേഷം അങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. സോ അവൻ ഇങ്ങനെ ഉടക്ക് മൂട്. അതിൻ്റെ ഇടയ്ക്ക് ഡാഡി അവനൊന്ന് ബലൂൺ പൊട്ടിച്ച് പേടിപ്പിച്ചു.
അങ്ങനെയൊക്കെ ദേ പിള്ളേർ മൊത്തം ഇപ്പം ചാക്കോൻ്റെയും പാച്ചുവിൻ്റെയും മെയിൻ ജോലിയാണ് എൻ്റെ അപ്പ എന്ന് പറഞ്ഞാൽ അടി ഉണ്ടാക്കൽ. അപ്പോൾ അവർ രണ്ടുപേരും കണ്ടോ ഒട്ടിയിരിക്കുന്നു. തോമു പിന്നെ അങ്ങനത്തെ പരിപാടികൾക്കൊന്നും നിൽക്കില്ല. നിങ്ങൾ എന്തെങ്കിലും കാണിക്കുക, അവരെൻ്റെയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. ഇവന്മാർ 2 പേരാണ് കേട്ടോ എങ്ങനെ വഴക്കുണ്ടാക്കണം എന്നിങ്ങനെ ആലോചിച്ച് നടക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഫുഡ് വാങ്ങിച്ച് കഴിക്കാം എന്നൊക്കെ വിചാരിച്ചെങ്കിലും നമ്മുടെ റൗണ്ടിൽ ലൈറ്റുകൾ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞാൽ നമുക്ക് പുറത്ത് പോയി കഴിക്കാം. പിള്ളേർക്കുള്ള ഫുഡ് ഞങ്ങൾ വരുത്തിച്ച് കൊടുത്തു, വീട്ടിലിരുന്ന് തന്നെ ഫുഡ് വാങ്ങിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ വലിയ പ്രശ്നം വരില്ല, ഇല്ലെങ്കിൽ ഇവർ ഭയങ്കര പ്രശ്നമായിരിക്കും എന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു ബോധ്യമുണ്ട്. അങ്ങനെ അതേ കേക്കിൻ്റെ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരെ ഊതാൻ നിർത്താൻ പറ്റില്ല. എനിക്കത് വലിയ പ്രശ്നമാവും. ഓർക്കുണ്ടോ ഒരു ബർത്ത്ഡേ ഊതലും കാര്യങ്ങളും, പണി എവിടുന്നാ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഡോൺ ചേട്ടനെ മാത്രം വളരെ കഷ്ടപ്പെടുത്തി ഞങ്ങൾ നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങോട്ടൊന്നും മാറിപ്പോ പിള്ളേർ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് അത്രയ്ക്കും പേടിയാണ് കേട്ടോ. കാരണം പണി വരുന്നത് നമുക്ക് ഒട്ടും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനിടയ്ക്കൊന്ന് കറണ്ട് പോയി, അപ്പോൾ കറണ്ട് വരാൻ വെയിറ്റ് ചെയ്തു. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഡിമ്പിൾ ലൈറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറണ്ട് വന്നാലേ അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളല്ലോ. അങ്ങനെ ദേ ഡോൺ ചേട്ടൻ ആദ്യം മെഴുകുതിരി ചെയ്ത് നോക്കുന്നത്. പിന്നെ കേക്ക് കട്ട് ചെയ്യാനാണ് അടുത്തടി, അതിൻ്റെയാണ് ഈ കാണുക. അപ്പോൾ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്യണം. പണ്ടൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഒത്തൻറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിള്ളേർ പിന്നെ ഒതൻറ്റിക്കും ഇല്ല, ഒന്നുമില്ല. ആ ബർത്ത്ഡേ പാർട്ടിക്ക് കേക്ക് മുറിക്കാൻ പറ്റിയ ഭാഗ്യമെന്ന് ഞാൻ പറയും, അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അങ്ങനെ അതേ അപ്പനും മക്കളും കൂടെ ചേർന്നത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചാക്കോ ഇവർക്കൊക്കെ സ്കൂളിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ഹാപ്പി ബർത്ത്ഡേ കൂടെ നിന്ന് പാടുക, കട്ട് ചെയ്യുക, കേക്ക് ഷെയർ ചെയ്യുക, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ കേക്ക് ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ സമ്മതിച്ചിട്ടുള്ളൂ. അങ്ങനെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു. കാരണം അവർക്ക് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കേക്ക് തിന്നാനിരുന്ന അത് തിന്നും. പിന്നെ രാത്രി ഇവർക്ക് ഇവർക്ക് കേക്ക് അധികം കഴിച്ചാൽ പാച്ചുവിനും എനിക്ക് തോന്നുന്നു തോമന് ഇപ്പം അധികം പ്രശ്നമില്ല, എന്നാലും ക്രീം അധികം ചെന്നാൽ അവർ എടുത്ത് പുറത്തു വിട്ടാം. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഫുൾ സെറ്റപ്പ് മാറി. സാധാരണ മമ്മിക്കാണ് ആദ്യം ബർത്ത്ഡേക്ക് കേക്ക് കൊടുക്കുക. അപ്പോൾ മമ്മി പറഞ്ഞു പിള്ളേർക്ക് ആദ്യം കൊടുത്തു, സ്വസ്ഥതയാണ് മുഖ്യം എന്ന് പറഞ്ഞ് മമ്മി വിട്ടു കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഓർഡറൊക്കെ തെറ്റി. ഡാഡി ആദ്യം വന്നു, പിന്നെ മമ്മി വന്നു. മമ്മി പറഞ്ഞു എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങോട്ട് അത് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. കാരണം കഴിഞ്ഞൊരു 5 വർഷമായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതെനിക്ക് യോജിക്കാൻ പറ്റിയില്ല. കാരണം കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് വരുന്നിരുന്നൊരു കാര്യമായിരുന്നു. എനിക്കത് ഭയങ്കര സങ്കടമായി. എനിക്കത് ഞാൻ പറഞ്ഞെങ്കിലും അത് മമ്മി പറഞ്ഞു സാരമില്ല എന്ന് പറഞ്ഞു. പക്ഷെ മമ്മിക്കത് ഫീലായിട്ടുണ്ടാവണമായിരിക്കണം, എനിക്കറിയില്ല. എനിക്ക് ഫീലായി. കാരണം ഞാൻ അതുമായിട്ട് ഭയങ്കര യൂസ്ഡ് ആയി. അതാണ് അതിൻ്റെ രീതി എന്നുള്ളത് വരെ എൻ്റെ മനസ്സിൽ കയറ്റിയിട്ടുണ്ടായത്. ഞാനും ഫോളോ ചെയ്യണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അതേ ഡോൺ ചേട്ടന് ഞാൻ കേക്ക് കൊടുത്തു. ഇന്നലെ രാത്രി 12 മണിക്ക് വിഷ് ചെയ്തെങ്കിലും ഡോൺ ചേട്ടൻ അതൊന്നും അറിഞ്ഞില്ല. നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഇപ്പോഴും നല്ല ഉറക്കമാണ്. എല്ലാവർക്കും ആ വയ്യാത്തതിൻ്റെ ഹാങ് ഓവറാണ്. എന്നെ സത്യം പറഞ്ഞാൽ ഒരു റൂമിൽ 2 ദിവസം പൂട്ടിയിട്ടാൽ ഞാൻ അടിപൊളിയായിട്ട് ഉറങ്ങി അന്തസ്സായിട്ട് എഴുന്നേറ്റ് വരും കേട്ടോ. അങ്ങനെ അതേ ചാക്കോന് കേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രീമൊക്കെ കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. അപ്പം ഞാൻ പറയായിരുന്നു ക്രീമിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന്. പിന്നെ അതേ ഡോൺ ചേട്ടൻ്റെ കുറച്ച് ഫോട്ടോസ്, ഡാഡിയുടെയും മമ്മിയുടെയും ഫോട്ടോസ്, അങ്ങനെ കുറച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫോട്ടോ എടുക്കാനും ആൾക്കാരെ ചിരിപ്പിക്കാനും ഒക്കെ. പക്ഷേ ആൾക്കാർ നമ്മളെ വ്യൂവേഴ്സിൽ വളരെ കുറച്ച് പേര് അത് കാണുന്ന വളരെ തെറ്റായ രീതിയിലാണെന്ന് അറിയുന്നതിൻ്റെ ഒരു വിഷമമുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഫോട്ടോയിൽ വിസിബിൾ ആകുന്നതിനേക്കാളും അതിൻ്റെ പുറകിൽ ആൾക്കാരെ ചിരിപ്പിക്കുക എന്നുള്ളതാണ്. അത് ആ ഒരു ക്യൂട്ട് മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ ഒന്നും കൂടെ പറയാണ് കേട്ടോ. കാരണം ആൾക്കാർ അത് വ്യാഖ്യാനിക്കുന്ന പല രീതിയിൽ എന്നെ അവോയ്ഡ് ചെയ്തു എന്നുള്ളത്. ഞാനാണ് ഇതൊക്കെ എടുത്തു കൊടുക്കുന്നതും അവരുടെ മുഖത്തെ ചിരിയും കൊണ്ടുവരുന്ന ആൾ ഞാനാണ്. അതിൻ്റെ സന്തോഷം, നമുക്ക് ഒരാളെ ചിരിപ്പിക്കാൻ പറ്റുന്ന തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നൊരു വ്യക്തിയാണ് ഞാൻ. എനിക്കതാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. അങ്ങനെ നമ്മളിതേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഞാൻ കുക്ക് ചെയ്യുന്നതൊക്കെ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചാൽ രാവിലെ നമ്മൾ ഡോൺ ചേട്ടൻ രാവിലെ പള്ളിയിൽ പോയിട്ട് കൊച്ചിൻ്റെ അടുത്ത് പോയിട്ട് വന്നപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു. മീൻസ് വടയും ഡോൺ ചേട്ടൻ പൂരിയും വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഡിമ്പിൾ വിചാരിച്ചു പുറത്തുനിന്ന് വാങ്ങി വെച്ച് ഡിമ്പിൾ റൂമിൽ പോയി കിടന്നു. ഞാൻ വിചാരിച്ചു വേണ്ട, നോൺ വെജൊക്കെ ഇരിക്കുന്നുണ്ട്, നമുക്ക് അതടുത്ത അവസാനം നാളെ ഞായറാഴ്ചയും കൂടെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു,
ഞാൻ പറഞ്ഞു ഞാൻ ചോറ് വെക്കാമെന്ന് പറഞ്ഞിട്ട് ചോറ് വെച്ചു. ഡോൺ ചേട്ടന് ഇഷ്ടമുള്ള പച്ചമോരടിച്ചു, ബീഫ് റോസ്റ്റ് ചെയ്തു, ചിക്കൻ ബോൺലെസ് കുറച്ച് ഇപ്പം ഡിമ്പിളിനും എനിക്കും ഇഷ്ടമാണ്. അതുകൊണ്ടൊരു കുട്ടി തട്ടിക്കൂട്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി. പിന്നെ ചേന ഉപ്പേരി വെച്ചു. അങ്ങനെ കുറേ പായസം വെച്ചു. ഡോൺ ചേട്ടൻ്റെ 40th ബർത്ത്ഡേ ആണല്ലോ, അതങ്ങനെ വെറുതെ നമുക്ക് ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റേതായ രീതിയിലൊരു കുട്ടി ലഞ്ച് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുത്ത് ഇടണം എന്നുള്ളത്. പക്ഷെ നടന്നില്ല, ആസ് യൂഷ്വൽ നടന്നില്ല ഒട്ടും. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എൻ്റെ പകുതി കണ്ണിങ്ങനെ അടഞ്ഞിട്ടിരിക്കുകയാണ്. ഡോൺ ചേട്ടൻ ആദ്യം പറഞ്ഞു നീ നാളെ വോയിസ് ഓവർ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നാളെ ഞായറാഴ്ചയാണ്, പള്ളിയിൽ പോകണം, മാർക്കറ്റിൽ പോകണം, സാധനങ്ങൾ കൊണ്ടുവരും, അത് ഒതുക്കണം, ലഞ്ച് വെക്കണം, അങ്ങനെ ആകെ മൊത്തം നാളെ തിരക്കായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇനി രാവിലെ എനിക്ക് വോയിസ് ഓവർ കൊടുത്തത് അപ്ലോഡ് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടിയെന്ന് വരില്ല. നമ്മൾ ശരി നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് കിടക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് നേരത്തെ എഴുന്നേക്കാനും പറ്റില്ല, പിടിപ്പത് പണിയും ഉണ്ടാവും. പിന്നെ പിള്ളേർക്ക് വയ്യാണ്ടായാൽ അറിയാലോ, നമുക്ക് അമ്മമാർക്ക് ലോഡ് കുറച്ചും കൂടെ കൂടും. ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്കും വയ്യ, പിള്ളേർക്കും വയ്യ, ഡോൺ ചേട്ടനും വയ്യ, വീട്ടിലുള്ളവർക്കും വയ്യ. അപ്പോൾ ആകെ മൊത്തം നല്ല സുഖമാണ്. എനിക്ക് തോന്നുന്നൊരു വൈറൽ ഇൻഫെക്ഷൻ പോലെ എല്ലാവർക്കും വന്ന് പോകും അത്. ഈ പിള്ളേർക്ക് സ്കൂളൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് നമുക്ക് എവിടുന്നേലുമൊക്കെ ഇത് കിട്ടും. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. പിന്നെ ഡോൺ ചേട്ടൻ്റെ വീഡിയോ കണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. അതുപോലെ ബർത്ത്ഡേ വിഷസ് ഒക്കെ ആയിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ 2 കൈ നീട്ടി ആ ഒരു വീഡിയോ സ്വീകരിച്ചതിനും ഡോൺ ചേട്ടനെ സപ്പോർട്ട് ചെയ്തതിനും വിഷ് ചെയ്തതിനുമൊക്കെ. ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് വീഡിയോ ഇട്ടാലും 10 പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ഇടാറ്. കാരണം അത് ഏത് രീതിയിൽ പോകുമെന്ന് നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ. കേൾക്കുന്നവർക്ക് കോമഡി ആണെങ്കിലും നമ്മളെ സംബന്ധിച്ച് ആൾക്കാർ എടുക്കുന്ന രീതി ശരിയാവണം. എല്ലാവരും അത് ശരിയായ രീതിയിൽ എടുക്കണമെന്നില്ല. ചിലരത് തെറ്റായ രീതിയിലെടുക്കും, ചിലരത് വളരെ ക്രൂക്കഡ് മൈൻഡിലെടുക്കും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളത് ആ രീതിയിൽ വരുമ്പം നമുക്ക് കിട്ടുന്ന മറുപടികളും അങ്ങനെയായിരിക്കും. അപ്പോൾ നമുക്കത് പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്ത് വീഡിയോസ് ഇട്ടാലും 10 പ്രാവശ്യം ആലോചിച്ച്, ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴായാൽ പോലും അയ്യോ ആർക്കും വിഷമമാവാത്ത രീതിയിൽ അത് ചെയ്ത് അവസാനിപ്പിക്കണം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ചിന്തയും എൻ്റെ സമാധാനവും എന്ന് ഞാൻ പറയും കേട്ടോ. അപ്പോൾ അതെല്ലാം മാനിച്ച് നിങ്ങൾ ഡോൺ ചേട്ടനെ വിഷ് ചെയ്തതിനും ഡോൺ ചേട്ടനെ മനസ്സിലാക്കിയതിനും ഡോൺ ചേട്ടൻ്റെ ചേഞ്ച് വിസിബിളായെന്ന് പറഞ്ഞതിലും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലെ തന്നെ ഞങ്ങളെല്ലാവരെയും, എന്നെ എന്ന് മാത്രമല്ല ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ, നിങ്ങൾക്ക് സത്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ആരോടാണോ അവർക്ക് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കാം. അതിലൊന്നും ആരും ഒന്നും പറയില്ല. നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഓരോരുത്തർക്കും വേണ്ടി. ഇപ്പം ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ മാത്രമല്ല എല്ലാവരും, ഇപ്പം ഞങ്ങളായാലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾ കുറേ പേര് ഞങ്ങളവിടെ പോയിരുന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളിവിടെ വന്നപ്പോൾ നിങ്ങൾ ഈ പള്ളി വരുന്നത് ഞങ്ങൾ ആലോചിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഒരു കുട്ടി ബർത്ത്ഡേ ഇവിടെ നമ്മുടെ ദേത്തട്ടിൽ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായി എന്ന് കരുതുന്നു. നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ലവ്. ബൈ.